Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ എടാട്ട് വെച്ച് മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച കാർ തകർത്ത് പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന കൊട്ടേഷൻ സംഘത്തിലെ ഒരാളെ കൂടി കണ്ണൂർ റൂറൽ എസ്.പിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത അശ്വന്ത് വി എന്നയാളെയാണ് മാലൂർ കുണ്ടേരിപ്പോയിൽ ഒളിത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടിയത്. പയ്യന്നൂർ എടാട്ട് വെച്ച് സ്ത്രീയും കുട്ടിയുമടക്കമുള്ള മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച കാറ് തകർത്ത് പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന കൊട്ടേഷൻ സംഘത്തിലെ ഒരാളെ കൂടി കണ്ണൂർ റൂറൽ എസ്.പിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത അശ്വന്ത് വി എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒളിത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. ഈ കേസിൽ അഞ്ചാപേടിക സ്വദേശി സനു സന്തോഷ് നേരത്തെ പിടിയിലായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ജൂൺ 2-നായിരുന്നു മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച കാർ ആക്രമിച്ച് രഹസ്യ അറയിൽ സൂക്ഷിച്ച സ്വർണവും പണവും കവർന്നത്. ഈ കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാതമംഗലം പുലിയൂർക്കാളി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിനിടെയുണ്ടായ കവർച്ച നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതിയില്ല. തൊണ്ടി മുതൽ തിരിച്ചു ലഭിക്കാതെ പ്രതികൾക്ക് ജാമ്യം. മറ്റ് 2 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ മാല നഷ്ടപ്പെട്ട തനിക്ക് നീതി ലഭിച്ചില്ലെന്നാണ് പറവൂർ സ്വദേശി രോഹിണി പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് മാതമംഗലം പുലിയൂരുകാളി ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്നു. തെയ്യം ഭക്തരെ അനുഗ്രഹിക്കുന്നതിനിടയിൽ ആസൂത്രിതമായി 4 സ്ത്രീകൾ ചേർന്ന് ഒരു സ്ത്രീയുടെ മാല മോഷ്ടിക്കുന്നു. പിന്നീട് ആ CCTV ദൃശ്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നു. പിന്നീട് പെരിങ്ങും പോലീസ് 2 സ്ത്രീകളെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നു. ആ കസ്റ്റഡിയിലെടുത്ത 2 സ്ത്രീകൾക്കും ജാമ്യം കിട്ടുന്നു. പക്ഷേ മാല പോയ ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു? അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഇതാണ് മാല നഷ്ടപ്പെട്ട ആ അമ്മ. അമ്മ, എന്താണ് അന്നുണ്ടായത്? അമ്പലത്തിൽ പോയി പോകാൻ വേണ്ടി കയറിയേരം പിന്നെ എൻ്റെ വേക്കിൽ 3-4 നിൽക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ ചുമത്തിങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൈ വെക്കുമ്പോൾ ഞാൻ കൈ തട്ടുന്നവരും പിന്നെ അവർ വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൈ കുറിവ് മേടിക്കുന്ന സമയത്ത് അവരത് മുറിക്കുന്നത് ഞാൻ അറിയുന്നില്ല. പിന്നെ ഇങ്ങനെ കേത്തിൽ ബേക്കലെത്തുമ്പോൾ ഞാൻ അറിഞ്ഞു, ഇങ്ങനെ വലിയുമ്പോൾ തോന്നി. മറിഞ്ഞു നോക്കുമ്പോൾ 2 ആൾ ഓടി. എത്ര പവൻ്റെ മാലയായിരുന്നു അത്? 5.5 പവൻ്റെ മാല. അമ്മയുടെ മകൻ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കേസിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നിലവിൽ പെരിങ്ങോം സ്റ്റേഷനിൽ നിന്ന് ശക്തമായ നടപടി സ്വീകരിച്ചിട്ട് അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ ആ 2 പ്രതികൾക്ക് ജാമ്യം കിട്ടി എന്നതാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ 2 പേര് ഓടിപ്പോയ 2 പേരെ കിട്ടിയിട്ടുമില്ല. ഈ നഷ്ടപ്പെട്ട ആഭരണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമായിട്ടുള്ളത്. ആ സ്ത്രീകൾക്ക് 2 സ്ത്രീകൾക്കും ജാമ്യം കിട്ടി എന്ന് പറഞ്ഞു. നിങ്ങളുടെ മാലയാണെങ്കിൽ തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച, അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയില്ലേ ഈ അവസ്ഥ? അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നും അവരുടെ കൃത്യമായ അഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേഷനിൽ നമ്മളോട് പറഞ്ഞത്. അഡ്രസ്സ് പോലും കിട്ടാതെ ഈ 2 സ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ജാമ്യം കൊടുത്തത് എന്നൊക്കെ അന്വേഷിച്ചിരുന്നില്ലേ? അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇനി ജാമ്യം കിട്ടണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നോ 2 പേരെങ്കിലും ആധാറും കാര്യങ്ങളൊക്കെ എടുത്തു വന്ന് ജാമ്യം കൊടുക്കുക എന്ന രീതിയിലേക്കാണ് പറഞ്ഞിട്ടുണ്ടായത്.
പക്ഷേ ഈ ജാമ്യം കിട്ടിയ വിവരവും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിനിടെ സ്റ്റേഷനിൽ വിളിച്ചപ്പോഴാണ് ഒരാൾക്ക് ജാമ്യം കിട്ടിയത് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെയാണ് 2 പേർക്കും ജാമ്യം കിട്ടിയത് എന്നുള്ളത് മറുപടി കിട്ടിയത്. ഇതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ ഇതിലും മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കോ അങ്ങനെ എന്തെങ്കിലും പോകാനോ തീരുമാനിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെ SP-ക്ക് ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ശക്തമായ അന്വേഷണം നടത്താം എന്ന രീതിയിലേക്ക് നമുക്ക് മറുപടി തന്നിട്ടുമുണ്ട്. എന്തായാലും ഇവരുടെ നഷ്ടപ്പെട്ട മാല തിരികെ കിട്ടിയിട്ടില്ല. ആ 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ബാക്കി 2 പ്രതികളെ ഇതുവരെ കണ്ടെത്താനുമായില്ല. ഉടനടി തന്നെ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് ഇവരുടെയും ആവശ്യം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുതാഴം കോക്കാട് KSTP റോഡിൽ വീണ്ടും വാഹനാപകടം. ഗ്യാസ് സിലിണ്ടറുമായി പോകുന്ന ലോറിയും രോഗിയുമായി പോകുന്ന ആംബുലൻസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ചെറുതാഴം കോക്കാട് KSTP റോഡിൽ വീണ്ടും വാഹനാപകടം. ഗ്യാസ് സിലിണ്ടറുമായി പോകുന്ന ലോറിയും രോഗിയുമായി പോകുന്ന ആംബുലൻസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ട് 6:30 അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്ത് നിന്നും പിലാത്തറ ഭാഗത്തേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആംബുലൻസിലുണ്ടായ രോഗിക്ക് പരിക്കേറ്റു. ഇവരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അരനൂറ്റാണ്ടിന്റെ സമർപ്പണപൂർണമായ വൈദ്യസേവനത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടി ഡോക്ടർ K നാരായണൻ. പഴയങ്ങാടിയുടെ ജനകീയ ഡോക്ടറെ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി പഴയങ്ങാടി റോട്ടറി ക്ലബ്ബ് ആദരിച്ചു. 1971 MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ K നാരായണൻ 1986 മുതൽ പഴയങ്ങാടിയിൽ ചികിത്സാ സേവനം ആരംഭിച്ചു. രോഗികളോടുള്ള കരുതലും വിനയപൂർവമായ സമീപനവും അദ്ദേഹത്തെ പഴയങ്ങാടിക്കാരുടെ ജനകീയ ഡോക്ടറാക്കി മാറ്റി. സർക്കാർ ആരോഗ്യവകുപ്പിൽ മുട്ടം, പരിയാരം, കുഞ്ഞിമംഗലം, ഏഴോം ഉൾപ്പെടെയുള്ള വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1999 സ്വന്തം നാടായ കണ്ണാടിപ്പറമ്പിലേക്ക് മടങ്ങിയെത്തി വൈദ്യസേവനം തുടർന്നു. കരുണയും സത്യസന്ധതയും നിസ്വാർത്ഥ സേവനവും കൊണ്ട് മാതൃകയായ ഡോക്ടർ K നാരായണൻ ഇന്നും യുവ ഡോക്ടർമാർക്ക് പ്രചോദനമാണ്. ഞാൻ 71 പാസ്സായതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. പിന്നെ ഇവിടെ ഇപ്പോൾ ക്ലിനിക്കും ഔദ്യോഗിക സർവീസിൻ്റെ ഭാഗമായിട്ടും അതിനുശേഷം ക്ലിനിക്കായിട്ടും 86 മുതലുണ്ട് പഴയങ്ങാടി സ്ഥലത്ത്. കോവിഡിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നില്ല? കോവിഡിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായി. അന്നേരം 2 വർഷം ലീവ് തന്നെ, അന്നേരം വന്നിട്ടില്ല. താമസം കൊളച്ചേരിയാണ്. എങ്ങനെയാണ് നമ്മുടെ പഴയങ്ങാടിയുടെ സ്നേഹം? പഴയങ്ങാടിയുള്ള പിന്നെ എല്ലാവരും വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്നോട് വളരെ സ്നേഹത്തോടു കൂടി എന്നെ പെരുമാറില്ല. അത് ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഈ സർവീസിലായാലും അതിനുശേഷം റിട്ടയർ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ 27 വർഷമായി. 99 റിട്ടയർ ചെയ്തതാണ്. ലാസ്റ്റ് 7 BSc റിട്ടയർ ചെയ്ത്. പിന്നെ ആദ്യത്തെ പോസ്റ്റിങ് കാസർഗോഡ് ജില്ല, ഇപ്പോഴത്തെ നർക്കൽക്കാട് എന്ന് പറഞ്ഞു. മുട്ടം, കുഞ്ഞിമംഗലം, പരിയാരം, BSc, ഏഴോം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ. ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി പഴയങ്ങാടി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം റോട്ടറി പ്രസിഡന്റ് PP പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെക്രട്ടറി K സുനിൽകുമാർ, ഹാഷിം പാലോട്ട്, മനോജ് VKV, M ശ്രീജു, പ്രമോദ് PP, സജു തായമ്പത്ത്, KT അബ്ദുൽ ഖാദർ, K ആദർശ്, ബിജു ഏഴോം എന്നിവർ പങ്കെടുത്തു. ഇന്ന് ജൂലൈ 1 റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ 2026-27 വർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ്. അതേ ദിവസം തന്നെ ലോക ഇൻ്റർനാഷണൽ ഡോക്ടേഴ്സ് ഡേയും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പഴയങ്ങാടി റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ ഏകദേശം 30-35 വർഷമായി ആതുര മേഖലാ രംഗത്ത് സർവീസ് നടത്തുന്ന വളരെ ബഹുമാന്യനായ ഈ നാട്ടിലെ ഡോക്ടർ K നാരായണൻ ഡോക്ടറെ അംഗീകരിക്കാനുള്ള ഒരവസരം പഴയങ്ങാടി റോട്ടറി ക്ലബിന് ഇന്ന് ലഭിച്ചു. അത് അല്പനിമിഷം മുമ്പ് നമ്മൾ നടത്തി. ഡോക്ടറെ ആദരിക്കുകയും ഡോക്ടറുടെ സേവനങ്ങൾ ഓർമ്മിപ്പിക്കുകയും ഈ സമൂഹത്തിന് ഡോക്ടർ നൽകുന്ന പ്രചോദനവും അതുപോലെ സഹായവും എത്രത്തോളമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പഴയങ്ങാടി റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. പഴയങ്ങാടി. പിലാത്തറയിലെ ഗതാഗത കുരുക്കിന് പൂട്ടിടാൻ മോട്ടോർ വാഹന വകുപ്പ്. കണ്ണൂർ ഭാഗത്ത് നിന്നും വരുന്ന എല്ലാ ബസ്സുകളും ഇനി നിർബന്ധമായും പിലാത്തറ സ്റ്റാൻഡിൽ കയറണമെന്ന കർശന നിർദ്ദേശം. ലംഘിച്ചാൽ 7500 രൂപ വരെ പിഴയും ഈടാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ്.
പിലാത്തറയിലെ കടുത്ത ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. കണ്ണൂർ ഭാഗത്തു നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ്, TT ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ഇനി മുതൽ പിലാത്തറ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് മാത്രമേ സർവീസ് നടത്താവൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് കർശന നിർദ്ദേശം നൽകി. ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ പിലാത്തറ സ്റ്റാൻഡ് പരിസരത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ബസ്സുകളും പിലാത്തറ സ്റ്റാൻഡിനകത്ത് പ്രവേശിച്ച് മാത്രമേ യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ. സർവീസ് റോഡിൽ ഒരു കാരണവശാലും ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യാൻ അനുവദിക്കില്ല എന്നും നിയമം ലംഘിക്കുന്ന ബസ്സുടമകളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും 7,500 രൂപ വരെ പിഴ ഈടാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. സർവീസ് റോഡിൽ നിയമം ലംഘിച്ച് നിർത്തുന്ന ബസ്സുകളുടെ ചിത്രങ്ങൾ ഡ്യൂട്ടിയിലുള്ള ഹോംഗാർഡുമാർ ശേഖരിച്ച് പ്രതിദിനം MVDക്ക് കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കരുത്. യാത്രക്കാർ നിർബന്ധമായും ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് മാത്രമേ വാഹനങ്ങളിൽ കയറാവൂ. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കരുത്. പിലാത്തറ സർവീസ് റോഡിൽ അശാസ്ത്രീയമായി ബസ്സുകൾ നിർത്തുന്നത് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് പുതിയ ക്രമീകരണം. പൊതുജനങ്ങളും ബസ് ജീവനക്കാരും ഈ തീരുമാനത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ KSKTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSKTU ജില്ലാ സെക്രട്ടറി M. ശ്രീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ KSKTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് പരിസരം കേന്ദ്രീകരിച്ച് BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSKTU ജില്ലാ കമ്മിറ്റി സെക്രട്ടറി M. ശ്രീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഈ ജൂലൈ 1 മുതൽ നിർത്തൽ ചെയ്തിരിക്കുകയാണ്. ആ നിർത്തൽ ചെയ്ത ജൂലൈ 1 ഇന്ന് രാജ്യമാകെ കർഷക തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും വിവിധ കർഷക സംഘടനകളും ദളിത് പ്രസ്ഥാനങ്ങളുമെല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് ഇന്ന് രാജ്യത്താകെ ഇതുപോലെ ഒരു സമര പരിപാടിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ സമരവുമായി വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളിപ്പോൾ ഇവിടെ ടെലിഫോൺ എക്സ്ചേഞ്ച് മുന്നിലേക്ക് ഒരു സമാധാനപൂർണമായിട്ടുള്ള ഒരു മാർച്ചാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്. ആ സമാധാനപൂർണമായ മാർച്ച് റോഡിലാണ് ഇപ്പോൾ പോലീസ് ഇറങ്ങുന്നത്. കുറച്ച് ഉള്ളിൽ കിടന്നാൽ വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഞങ്ങളിപ്പോൾ വേറെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. 100 ദിവസം കിട്ടുന്ന ഒരു തൊഴിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമര പരിപാടിയാണ്. T. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. രാജൻ TV, വി. തങ്കമണി, പോത്തേര കൃഷ്ണൻ, രമേശൻ K, PM ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുമ്പാ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർ ദമ്പതികളെ ആദരവ് പത്രം നൽകി ആദരിച്ചു. പ്രമുഖ ആരോഗ്യ വിദഗ്ധനും IIMA പ്രസിഡന്റുമായ ഡോക്ടർ T. രഞ്ജിത്തിനെയും ഡോക്ടർ ചൈതന്യ കൃഷ്ണനെയുമാണ് ആദരിച്ചത്. പെരുമ്പാ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രമുഖ ആരോഗ്യ വിദഗ്ധനും IIMA പ്രസിഡന്റുമായ ഡോക്ടർ T. രഞ്ജിത്തിനെയും ഡോക്ടർ ചൈതന്യ കൃഷ്ണയെയും അവരുടെ വസതിയിലെത്തി ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് മെമ്പർമാരും ഭാരവാഹികളും ചേർന്നാണ് ആദരവ് നടത്തിയത്. പ്രസിഡന്റ് KU വിജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബിജു KV, ട്രഷറർ രാജേഷ് ബാബു UK, ഫൈസൽ MDP, സക്കീർ അലി CT തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അപ്രതീക്ഷിതമായുണ്ടായ ജീവിത ദുരിതത്തിൽ നിന്നും കരകയറാൻ സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ് രാമന്തളിയിലെ കലശക്കാരൻ അനീഷ്. ഡിസ്ചാർജ് ചെയ്യാൻ പണമില്ലാതെ ആശുപത്രി കിടക്കയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഈ നിർധന കുടുംബം. രാമന്തളി സ്വദേശിയായ കലശക്കാരൻ അനീഷ് ഉദാരമതികളുടെ സഹായം തേടുന്നു. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന അനീഷിന് അപ്രതീക്ഷിതമായുണ്ടായ പക്ഷാഘാതമാണ് വിനയായത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം ഇതോടെ ദുരിതത്തിലായി. പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനീഷിന് ന്യൂമോണിയ പിടിപെട്ടതോടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമായി. ഇപ്പോൾ കാസർഗോഡ് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അനീഷ്. 7ഓളം ആശുപത്രികളിൽ കയറിയിറങ്ങിയ ശേഷമാണ് കാസർഗോഡ് എത്തിയത്. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതിനിടയിലാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ചികിത്സാ ചിലവ് താങ്ങാൻ ആവുന്നതിലും അധികമായത്. ഫിസിയോതെറാപ്പി ചികിത്സയാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 30 ലക്ഷത്തോളം രൂപ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സയ്ക്കായി ഇതിനകം ഇവർ ചിലവഴിച്ചു കഴിഞ്ഞു. മിംസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകണമെങ്കിൽ ഈ കുടുംബത്തിന് 14 ലക്ഷം രൂപ കൂടി അടക്കണം. ഒരു കുടുംബമൊട്ടാകെ ആശുപത്രിവാസം തുടങ്ങിയിട്ടും അനീഷ്
ഒരു വാക്ക് സംസാരിച്ചിട്ടും 4 മാസമാകുന്നു. ഇതോടെ അനീഷിന്റെ TTCക്കും +2 പഠിച്ചിരുന്ന 2 പെൺമക്കളുടെയും വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ്. ഉദാരമതികൾ സഹായിച്ചാൽ അനീഷിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. ഇത് എൻ്റെ ഭർത്താവാണ്. ഇയാൾ കൂലിപ്പണിയൊക്കെ എടുത്ത് ഞങ്ങളെ കുടുംബം പോയിട്ടുന്നതാണ്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 10-നാണ് ഇയാൾക്ക് സ്ട്രോക്ക് വന്നത് ആദ്യമായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലാണ്. അവിടുന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജൊക്കെ തന്നതാണ്. പിന്നീട് 4-ാമത്തെ ദിവസം അവർക്ക് ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ഒരുപാട് പൈസ നമുക്ക് ചിലവായി. ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കാസർഗോഡ് മിംസിലാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബില്ല് വന്നിട്ടുണ്ട്. 14 ലക്ഷത്തോളം ബില്ല് നമുക്ക് അടക്കാൻ പറ്റുന്നില്ല. തുടർ ചികിത്സയ്ക്കുള്ള വരുമാനവും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. നിങ്ങളുടെ സഹായങ്ങൾ 9404505067 എന്ന ഗൂഗിൾ പേ നമ്പറിലോ അക്കൗണ്ട് നമ്പർ 364741855542 എന്ന നമ്പറിലേക്കോ അയക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പരിയാരം ദേശീയപാതയിലൂടെ പതിവായി യാത്ര ചെയ്യുന്നവർക്ക് ഏഴിലോടെത്തിയാൽ പരിചിതമായ ഒരു കാഴ്ചയുണ്ട്. സർവീസ് റോഡിന്റെ ഒരു വശത്ത് നീളത്തിൽ മത്സ്യവലകളുടെ വിൽപ്പനയുമായിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. വഴിയോര കാഴ്ചകളിൽ ഒന്ന് മാത്രമാണെങ്കിലും അവരോട് സംസാരിച്ചാൽ അതിശയിപ്പിക്കുന്ന ഒരു അതിജീവനത്തിന്റെ കഥ കേൾക്കാം. ഏഴിലോടേക്കുള്ള ഒരു യാത്രയിൽ കണ്ണിലുടക്കിയ ഒരു കാഴ്ചയാണിത്. കുറച്ചുപേർ ചേർന്ന് വല നിർമ്മിക്കുകയും റോഡ് സൈഡിലിരുന്ന് അത് വിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ മലയാളികളല്ല. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് 30 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ചിലപ്പോൾ വിശപ്പിന്റെ വിലയാകാം അവർ ഇത്രയും വർഷം കേരളത്തിൽ നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഏഴിലോടെ ഇപ്പോഴത്തെ പുതിയ സർവീസ് റോഡരികിലൂടെ സ്ഥിരമായി പോകുന്നവർക്ക് ഇതൊരു പരിചിത കാഴ്ചയാണ്. ഹോണടികൾക്കും പായുന്ന വണ്ടികൾക്കുമിടയിൽ റോഡിന്റെ ഒരു വശത്ത് നീളത്തിൽ വലവരിച്ച് അതിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കുറച്ചു മനുഷ്യർ. കക്ഷികൾ ഒറിജിനൽ കന്നഡക്കാരാണ്. കർണാടകയിൽ നിന്ന് വണ്ടി കയറി ഏഴിലോടിന്റെ ദേശത്തെത്തിയിട്ട് ഇപ്പോൾ 30 വർഷം തികയുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നല്ല നാടൻ മലയാളം പറയുന്നതും കേൾക്കാം. കർണാടകയിലെ ഗ്രാമത്തിൽ നിന്ന് അതിജീവനത്തിനായി വണ്ടി കയറിയവരാണ് ഇവർ. ഇന്ന് ഏഴിലോടിന്റെ മണ്ണിൽ ഇവർ സ്വന്തം ജീവിതത്തിന്റെ വലക്കണ്ണികൾ നെയ്തു തീർക്കുകയാണ്. യാതൊരു പരാതിയുമില്ലാതെ, നിറഞ്ഞൊരു പുഞ്ചിരിയോടെ. നമ്മുടെ കർണാടകയിൽ പനിയില്ല. പനിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പനിക്ക് പോയാലും ശമ്പളം കുറവാണ്. ശമ്പളം കുറവാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. എന്നാൽ നമ്മൾ ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പണിയെടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വല കെട്ടും, പിന്നെ മീൻ പിടിച്ച് പോവും. അതുകൊണ്ട് എങ്ങനെയാലും നമ്മൾ ജീവിക്കും. നമ്മൾ തുടങ്ങിയിട്ട് ഒരു 50 കൊല്ലമായി. 50 കൊല്ലമാകുമ്പോൾ നമ്മൾ ഈ വല കെട്ടുന്ന പണിയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ ഈ വല കെട്ടും, നമ്മൾ മീൻ പിടിക്കാൻ പോകും. അപ്പോൾ ഈ മീൻ പിടിച്ചിട്ട് നമ്മൾ ജീവിക്കും. അവിടെയും നമ്മൾ നാട്ടിലെയും മീൻ വിൽക്കും. പക്ഷെ നമ്മൾ ഒരു 50 രൂപയോ 60 രൂപയോ 100 രൂപയോ വെച്ച് നമ്മൾ കൊടുക്കും കിലോന്. അപ്പോൾ ഈ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ വന്നിട്ട് നമ്മൾ ഈ വല കെട്ടും. വല കെട്ടിയിട്ട് പിന്നെ ചില ആൾക്കാരെല്ലാം വരും, വില ഉണ്ടോ? ആയിക്കോട്ടെ, നമ്മൾ അടുത്ത് വില ഉണ്ട്. അപ്പോൾ വില ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിച്ച പാട് കൊടുക്കും. മീറ്റർ കണക്കാൻ നമ്മൾ 30, 25, 40 അത് നമ്മൾ എന്നിട്ട് നമ്മൾ ഒരു 10 മീറ്ററോ 40 മീറ്ററോ 30 മീറ്ററോ അവിടെ നമ്മൾ തരും. കർണാടകയിൽ കേരളത്തെ അപേക്ഷിച്ച് കൂലി കുറവായതുകൊണ്ടാണ് ഇവർ ഇന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത്. നിലവിൽ 3 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ച് ഈ വല നിർമ്മിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണിവർക്ക്. മനുഷ്യർ അതിരുകൾ തിരിക്കുമെങ്കിലും അതിജീവനത്തിന്റെ ഭാഷ ഒന്നാണെന്ന് ഇവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. KSTP റോഡിൽ പഴയങ്ങാടി താവം മേൽപ്പാലത്തിന് സമീപത്തെ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി തുടങ്ങി. PWDയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. KSTP റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പ്രദേശത്തുകാർക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം തെറിക്കുന്നതും വ്യാപാരികൾക്കും ദുരിതമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ മൂടിപ്പോയതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. വ്യാപാരികളുടെ പരാതിയെ തുടർന്നാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആരംഭിച്ചത്. താവം പ്രീമിയർ പ്ലൈവുഡിന് സമീപവും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രീമിയർ പ്ലൈവുഡ് മുതൽ താവം മേൽപ്പാലം വരെ ഡ്രൈനേജ് നിർമ്മിച്ചാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും നാട്ടുകാർ പറയുന്നു. നമ്മൾ ഈ വെള്ളക്കെട്ട് ഇവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്
PWD ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അതിന് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷനായിട്ടൊരു ഡ്രെയിനേജും സ്ലാബും നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ ഇപ്പോൾ ഈ റോഡ് മൊത്തം പൊട്ടിയെന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ട് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ഇനി അത് ഒരു പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷനായിട്ട് നമുക്കൊരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ അടിയന്തരമായിട്ട് വേണം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മലിനജലം ഒഴുക്കിവിട്ടതിന് ഹോട്ടലിന് 10,000 രൂപ പിഴയിട്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്കിനാണ് പിഴ ചുമത്തിയത്. തദ്ദേശ സ്വയംഭരണ വിഭാഗം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മലിനജലം ഒഴുക്കിവിട്ടതിന് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്കിന് 10,000 രൂപ പിഴ ചുമത്തി. പരിശോധനയിൽ ഹോട്ടലിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന മലിനജല ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുകി ഹോട്ടലിന്റെ പരിസര പ്രദേശങ്ങളിൽ മഞ്ഞ നിറത്തിൽ കെട്ടിക്കിടക്കുന്നതായും ദുർഗന്ധം പരത്തുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. സ്ക്വാഡ് പരിശോധനയ്ക്കെത്തുന്ന അന്ന് പുലർച്ചെയാണ് മലിനജലം ടാങ്ക് കവിഞ്ഞൊഴുകിയതെന്ന് ഹോട്ടൽ ജീവനക്കാർ സ്ക്വാഡിനെ അറിയിച്ചു. ഉടൻ തന്നെ ടാങ്കിൽ നിന്നും മലിനജലം നീക്കം ചെയ്യാനും മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളായ STP സംവിധാനം ഉടൻ തന്നെ ഹോട്ടലിൽ സജ്ജമാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. മലിനജലം ഒഴുക്കിയതിന് ഹോട്ടലിന് 10,000 രൂപ പിഴ ചുമത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വിഭാഗം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, ചെറുപുഴ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 2ാം ദിവസത്തെ വിജയിയെ തിരഞ്ഞെടുത്തു. രാമന്തളി സ്വദേശിനി ഗ്രീഷ്മയാണ് 2ാം ദിവസത്തെ വിജയി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 2ാം ദിവസത്തെ വിജയിയെ തിരഞ്ഞെടുത്തു. ജൂൺ 29 മുതലാണ് പ്രവചന മത്സരം ആരംഭിച്ചത്. രാമന്തളി സ്വദേശിനി ശ്രീഷ്മയാണ് 2ാം ദിവസത്തെ വിജയി. പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവചനവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പ് രാത്രി 8 മണിക്ക് മുൻപായി പെരുമ്പ ബൈപ്പാസ് റോഡിൽ ഐ ഫൗണ്ടേഷന് എതിർവശത്തുള്ള കൃഷ്ണ ട്രേഡേഴ്സിൽ എത്തിക്കണം. നറുക്കെടുപ്പ് രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനങ്ങൾ കൂടാതെ വേൾഡ് കപ്പ് ഫൈനൽ മത്സര വിജയികളെയും നേടുന്ന ഗോളും പ്രവചിക്കുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടാകും. 2ാം ദിവസത്തെ വിജയിയായ ശ്രീഷ്മയ്ക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലഹരിക്ക് റെഡ് സിഗ്നൽ, ശുചിത്വത്തിന് ഗ്രീൻ സിഗ്നൽ എന്ന സന്ദേശമുയർത്തി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കിയോ സ്പോർട്സ് വൈപ്പിരിയത്ത് നടന്ന ഫുട്ബോൾ മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്ക് റെഡ് സിഗ്നൽ, ശുചിത്വത്തിന് ഗ്രീൻ സിഗ്നൽ എന്ന സന്ദേശമുയർത്തി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കിയോ സ്പോർട്സ് വൈപ്പിരിയത്ത് നടന്ന ഫുട്ബോൾ മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്ക് റെഡ് സിഗ്നൽ, ശുചിത്വത്തിന് ഗ്രീൻ സിഗ്നൽ. നമ്മൾ ഈ ഫുട്ബോളൊക്കെ നടത്തുമ്പം അത്യാവശ്യം തീരെ ചെറുപ്പക്കാരൊന്നുമല്ല, കുറച്ച് പ്രായമുള്ളവർക്കുണ്ട്. പ്രായമുള്ളവർക്ക് വരുന്നൊരു കാര്യമാണ് പ്രമേഹം, പ്രഷറൊക്കെ വരും. ആ പ്രമേഹവും പ്രഷറൊക്കെ വരാതിരിക്കാൻ രാവിലെ നമ്മൾ നോക്കുമ്പം ആളുകൾ നടക്കുന്നത് പ്രമേഹത്തിന് കുറവ് വരാനാണ്. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ അതിനെ തടയിടാൻ ഇതുപോലെ ഫുട്ബോൾ മാമാങ്കങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിജയൻ, വാർഡ് മെമ്പർമാരായ PV ചന്ദ്രൻ, ധനഞ്ജയൻ, ജയശ്രീ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 4 ടീമുകളായാണ് മത്സരിച്ചത്. പോർച്ചുഗലിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയയും അർജന്റീനയെ സെക്രട്ടറി DN പ്രമോദും ജർമ്മനിയെ അസിസ്റ്റന്റ് എഞ്ചിനീയർ MV ശ്രീകുമാറും ബ്രസീലിനെ ഡോക്ടർ ജഗദീശൻ ലക്ഷ്മണനും നയിച്ചു. നിരവധി പേരാണ് മത്സരം കാണാൻ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയുടെ അഭിമാന ഉൽപ്പന്നമായി ചക്കയെ തിരഞ്ഞെടുത്തിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം. യാതൊരുവിധ സംഭരണ സംസ്കരണ സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ ഈ സീസണിലും ജില്ലയിലെ ടൺ കണക്കിന് ചക്കകളാണ് പറമ്പുകളിൽ പഴുത്തു നശിച്ചത്.
അഭിമാന ഉൽപ്പന്നമായിട്ടും അവഗണന. കാസർഗോഡ് ജില്ലയിൽ ചക്കകൾ പഴുത്തു നശിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയുടെ അഭിമാന ഉൽപ്പന്നമായി ചക്കയെ തിരഞ്ഞെടുത്തിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും യാതൊരുവിധ സംസ്കരണ സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ കഴിഞ്ഞ സീസണിലും ജില്ലയിൽ ടൺ കണക്കിന് ചക്കകളാണ് പറമ്പുകളിൽ പഴുത്ത് നശിച്ചുപോയത്. പച്ചച്ചക്കയിൽ നിന്ന് ചക്ക പൗഡർ, ചക്ക ചിപ്സ്, ചക്ക ഐസ്ക്രീം, ചക്ക ജാം തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ഇവ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാൻ ആവശ്യമായ പിന്തുണ അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല. ഇത് ജില്ലയിലെ വ്യാവസായിക വളർച്ചയ്ക്കും കർഷകരുടെ വരുമാന സാധ്യതകൾക്കും കനത്ത തിരിച്ചടിയാവുകയാണ്. 2018 സംസ്ഥാന സർക്കാർ ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ കേരള ജാക്ക് ഫ്രൂട്ട് എന്ന ബ്രാൻഡായി അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ചക്ക മഹോത്സവങ്ങൾ സംഘടിപ്പിച്ചതല്ലാതെ ചക്കയുടെ ശാശ്വതമായ സംരക്ഷണത്തിനോ വിപണനത്തിനോ ജില്ലാ വ്യവസായ കേന്ദ്രം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മുൻപ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വ്യാപാരികൾ കാസർഗോഡ് ജില്ലയിലെത്തി വൻതോതിൽ ചക്ക വാങ്ങിയിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അതും ഇല്ലാതായി. നേരത്തെ കാസർഗോഡിനായി അനുവദിച്ചിരുന്നത് കല്ലുമ്മക്കായി ആയിരുന്നു. എന്നാൽ ജില്ലയിൽ എല്ലായിടത്തും ഒരുപോലെ ലഭ്യമാകുന്നതും വലിയ വരുമാന സാധ്യതയുള്ളതിനാലുമാണ് കല്ലുമ്മക്കായിയെ മാറ്റി 2022 ചക്കയെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കാതെ ഈ വർഷവും മികച്ച ഉൽപ്പാദനമുണ്ടായിട്ടും ഇത് സംഭരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ കർഷകരെ കടുത്ത ആശങ്കയിലാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാൽവില കൂട്ടിയിട്ടും കർഷകന്റെ കണ്ണീർ തോരുന്നില്ല. വരുമാനവും ഉൽപാദന ചെലവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. പാൽവില വർദ്ധിപ്പിച്ചെങ്കിലും കാലിത്തീറ്റയ്ക്കും വില കൂടിയിരിക്കുകയാണിപ്പോൾ. പാൽവില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചിട്ടും ക്ഷീരകർഷകരുടെ കഷ്ടകാലം തീരുന്നില്ല. വരുമാനവും ഉൽപാദന ചെലവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കൊഴുപ്പിന്റെ തോതനുസരിച്ച് 1 ലിറ്റർ പാലിന് 60 രൂപ മുതൽ 64 രൂപ വരെയാണ് ഇപ്പോൾ മിൽമ ഈടാക്കുന്നത്. മെയ് 31 വരെ ഇത് യഥാക്രമം 56ഉം 60ഉം എന്നതായിരുന്നു. അതേസമയം കർഷകർക്ക് നൽകുന്നത് ലിറ്ററിന് പരമാവധി 47 രൂപയാണ്. ഫാറ്റ്, റീഡിംഗ് എന്നിവയുടെ ചാർട്ട് അടിസ്ഥാനമാക്കിയാണ് പാലിന് കർഷകർക്ക് വില നൽകുന്നത്. ഇതേ പാലാണ് വ്യത്യസ്ത പേരിൽ കൂടിയ വിലയ്ക്ക് മിൽമ വിൽക്കുന്നത്. ഇതിനു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയും മിൽമ നേട്ടമുണ്ടാക്കുന്നുണ്ട്. മിൽമയുടെ ചാർട്ട് സമ്പ്രദായം പരിഷ്കരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. 1000 പശുക്കളിൽ 1-2 എണ്ണത്തിന്റെ പാലിന് മാത്രമേ മിൽമ നിഷ്കർഷിക്കുന്ന നിലവാരത്തിലുള്ള കൊഴുപ്പും റീഡിംഗുമൊക്കെ ലഭിക്കൂ. നിലവിൽ 1 ലിറ്റർ പാലിന് 59 രൂപയെങ്കിലും കിട്ടിയാലേ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ. പാൽവില കൂടിയപ്പോൾ തന്നെ കേരള ഫീഡ്സ് 50 കിലോ ചാക്കൊന്നിന് 20 രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ക്ഷീരകർഷകരെ ഒന്നും ഇതും കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ സൊസൈറ്റി പാൽ സംഭരണ കേന്ദ്രം വരുന്നത് കെട്ടിടങ്ങളായാലും അവർ അങ്ങനെ നമ്മൾക്കിപ്പോൾ സബ്സിഡി ആയിട്ടും ഒരു ഇതും കിട്ടുന്നില്ല. ക്ഷീരകർഷകരെ സഹായിക്കണം ഗവൺമെൻറ്റിൽ നിന്നൊന്നും ധനസഹായം ഒന്നും കിട്ടിയാലേ ഇത് പോലൂ. ഇപ്പം പാലിന് വില വർദ്ധിച്ചു ഓർന്നുണ്ടെങ്കിൽ ഇപ്പം എത്രയാണെന്ന് നമുക്ക് ഇതുവരെ ആയിട്ടാ, കിട്ടിയെങ്കിൽ പറയാം. അങ്ങനെ വാഗ്ദാനങ്ങൾ സർക്കാർ വാരിക്കോരിയിടുമ്പോൾ അത് കർഷകർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSSPA സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന അന്തരിച്ച പഴയങ്ങാടിയിലെ പി അബ്ദുൽ ഖാദർ മാസ്റ്ററെ KSSPA കലാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി അനുസ്മരിച്ചു. പഴയങ്ങാടിയിൽ നടന്ന അനുസ്മരണ പരിപാടി KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KC രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപക സംഘടനാ നേതാവുമായിരുന്ന പഴയങ്ങാടിയിലെ പി അബ്ദുൽ ഖാദർ മാസ്റ്ററെ KSSPA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി അനുസ്മരിച്ചു. മാഷിന്റെ വിയോഗം നാടിനും സംഘടനയ്ക്കും തീരാനഷ്ടമാണെന്ന് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KC രാജൻ പറഞ്ഞു. മാഷുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ ഫോൺ വിളിച്ചപ്പോഴാണ് മാഷിന്റെ ചിത്രം ഒരല്പം മാറിയതായി അനുഭവപ്പെട്ടത്. വീണ്ടും ആസ്പത്രിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം എനിക്കൊന്നും കഴിയുന്നില്ല രാജ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പിന്നീട് അദ്ദേഹം ആസ്പത്രിയിലേക്ക് പോവുകയും നമ്മളെല്ലാം വിട്ടുപിരിയുകയുമാണ് ചെയ്തത്. ചില ആളുകളുടെ ഒരു വ്യക്തിപ്രഭാവം അങ്ങനെയാണ്. അവർ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തിയാലും ഇല്ലെങ്കിലും അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് ഏറെ ആശ്വാസകരമായിരിക്കും. പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വി മണികണ്ഠൻ, CP ജയരാജൻ, N രാമചന്ദ്രൻ, MB ദാമോദരൻ, N തമ്പാൻ, VP ശേഖരൻ, K ഡെയ്സി, VKV രമേശൻ,
വി പ്രകാശൻ, വി പി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ വി ശശിധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. AKTA ജില്ലാ പ്രസിഡന്റ് കെ വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ വി ശശിധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. AKTA ജില്ലാ പ്രസിഡന്റ് കെ വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. മീറ്റിംഗ് തുടങ്ങാനുള്ള ശശിനെ സാധിപ്പിച്ചിട്ടുണ്ട്. തീരാൻ നിൽക്കില്ല, മീറ്റിംഗ് തീരാൻ നിൽക്കില്ല, തുടങ്ങുന്ന സമയത്ത് വെക്കില്ല. ആ രീതിയിലെ തിരക്കിലെ ഒരു സുഹൃത്താണ്. പക്ഷേ ഓരോ മീറ്റിങ്ങുകളും ശശിയുടെ അഭിപ്രായങ്ങൾ, ശശിയുടെ ആ നിർണായകമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ സംഘടനയ്ക്ക് മുതൽക്കൂട്ടാണ്. പിന്നീട് ഏറിമൊത്തത്തിലുള്ള നിരവധി തൊഴിൽ പ്രശ്നങ്ങൾ, അന്ന് എം വി കെ കൃഷ്ണനും അതുപോലെ തന്നെ തമ്പ്രായി കാണാത്ത എഴുതാനും മാറ്റാൻ പറ്റില്ല. ടി വി വേണുഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഇ ജനാർദ്ദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ കുമാരൻ, പി ജയൻ, ശരണ്യ പി, കെ സി ശശി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.